ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണശാലയ്ക്ക് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുന്നു. ഇതിന് ഹിസ്ബുള്ള ഒരു തിരിച്ചടിയും നൽകുന്നു. വടക്കൻ ഭാഗത്ത് ഇസ്രായേലിന് നേരെ വളരെ മോശമായ ഒരു ആക്രമണം ഹിസ്ബുള്ള ചെയ്തു. 1 മണിക്കൂറിൽ കൃത്യം 60 മിനിറ്റിൽ 50 മുതൽ 55 റോക്കറ്റ് വരെ ഇസ്രായേലിന്റെ സ്ഥാനങ്ങളിലേക്ക് വിക്ഷേപിക്കാൻ തുടങ്ങി. ഇപ്പോൾ വടക്കൻ പ്രദേശങ്ങളിൽ, അതായത് അധിനിവേശ ഗോലൻ കുന്നുകൾ, കിര്യത്ത് ഷിമോൻ, മറ്റു വടക്കൻ പ്രദേശങ്ങൾ, ഇങ്ങനെ മൊത്തം 80% സ്ഥലങ്ങളിൽ ഇസ്രായേൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട്. ഒരിടത്ത് വെച്ച് ഇസ്രായേൽ സൈനികരുടെ വാഹനങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള അവരുടെ ആന്റി ടാങ്ക് ഗൈഡ് മിസൈലുകൾ ഫയർ ചെയ്തതിൽ ഇസ്രായേലിന്റെ 3 സൈനികർ വരെ മരണപ്പെട്ടു. ഇങ്ങനെയും ഒരു അറിയിപ്പ് പുറത്തു വന്നു. മറ്റൊരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാം. ലെബനനിലെ ബെഖ താഴ്വരയിലുള്ള യമനി ടാക്ടാറ്റ, ഈ ഒരു സ്ഥലം ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യമായി മാറി. സാധാരണ ഹിസ്ബുള്ളയുടെ റോക്കറ്റ്സ് ഇസ്രായേലിന്റെ പ്രദേശങ്ങളിലേക്ക് അയക്കുമ്പോൾ കൂടുതലായും അവർ ലക്ഷ്യമിടുന്നത് ഈ അയൺ ഡോം ഇന്റർസെപ്റ്റേഴ്സ് എവിടെയൊക്കെയാണ് ഉള്ളത്, സ്ട്രാറ്റജിക്കുള്ള ഇസ്രായേലിന്റെ റഡാർ സ്റ്റേഷൻസ് എവിടെയെല്ലാമാണ് ഉള്ളത്, കൂടാതെ അവരുടെ ആർട്ടിലറി സ്ട്രൈക്സ്, ആർട്ടിലറി യൂണിറ്റ്സ്, ഇതെല്ലാം എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കുകയും അതിനെ ലക്ഷ്യമിട്ടാണ് ആക്രമിക്കുന്നത്. ഇസ്രായേലും അതുപോലെ ഹിസ്ബുള്ളയുടെ പൊസിഷൻസ് എവിടെയെല്ലാമാണുള്ളത്, പ്രധാനമായും അവരുടെ റോക്കറ്റ് ലോഞ്ചിങ് യൂണിറ്റ്സ്, അവരുടെ അണ്ടർഗ്രൗണ്ട് സൈലോസ് എവിടെയെല്ലാമാണുള്ളത്, ഇവയെല്ലാം ചാരന്മാർ വഴി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചും അവരുടെ ഫൈറ്റർ ജെറ്റ് അല്ലെങ്കിൽ ഡ്രോണുകളിലൂടെ കിട്ടുന്ന വിവരങ്ങൾ ഉപയോഗിച്ചും ഹിസ്ബുള്ളയുടെ പൊസിഷൻസിൽ കൂടുതൽ ആക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തും. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയിൽ ഇസ്രായേലിന്റെ ലക്ഷ്യമെല്ലാം മാറിയിട്ടുണ്ട്. ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള അയക്കുന്ന മിസൈൽസുകൾ എവിടെയെല്ലാമാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, കൂടുതലും അവരുടെ അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റി എവിടെയെല്ലാമാണുള്ളത്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമിക്കാൻ തുടങ്ങി. തിങ്കളാഴ്ച രാവിലെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ്സുകൾ ഇസ്രായേലിന്റെ സ്ഥാനങ്ങളിലേക്ക് വിക്ഷേപിച്ചു. ഈ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഒരു ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ഈ ആക്രമണത്തിന് ശേഷം ഇതിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ കാത്തിരുന്നു. കാരണം ടെൽ-അവീവിൽ ഒരു ബ്ലാസ്റ്റ് നടന്നതിന് ശേഷം ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും നടുവിലുള്ള സംഘർഷം എന്നത് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവയ്ക്കെല്ലാം ചേർത്ത് ഹിസ്ബുള്ളയെ ആക്രമിക്കാനായി ഇസ്രായേൽ അവരുടെ എയർഫോഴ്സിനെ ഉപയോഗിച്ചു. ഇസ്രായേലിന്റെ F-16 വിമാനങ്ങൾ ലെബനിലേക്ക് പറക്കാൻ തുടങ്ങി. ഇങ്ങനെ പറക്കുന്ന വിമാനങ്ങൾ ബെക്ക വാലിക്കടുത്തുള്ള ഭാഗങ്ങളെയാണ് ലക്ഷ്യം വെച്ചത്. ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോ, ഏകദേശം 2500 റോക്കറ്റുകൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ആയുധ സംഭരണശാല മുഴുവനായും നശിപ്പിക്കപ്പെട്ടു. തുതിയ സ്ഫോടനം ഉണ്ടായതുവഴി ഒരു കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും: റോക്കറ്റ്സും മിസൈലുകളും സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റിയെ ഇസ്രായേൽ ആക്രമിച്ചു. അവരുടെ വ്യോമാക്രമണം വഴി അത് മുഴുവനായും തകർന്നിട്ടുണ്ട്. കാരണം ആ ദ്വിതീയ സ്ഫോടനം അവിടെ വളരെ വലുതായി തന്നെ നടന്നിട്ടുണ്ട്. അകത്തുണ്ടായിരുന്ന ബോംബുകളും റോക്കറ്റുകളും എല്ലാം തന്നെ പൊട്ടിത്തെറിക്കുന്നത് ആ വീഡിയോയിലൂടെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇങ്ങനെ ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിച്ച് ഹിസ്ബുള്ളയ്ക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് കൊടുത്തത്. കാരണം 2-3 ആഴ്ചത്തേക്ക് ആവശ്യമായ 2500ഓളം റോക്കറ്റ്സ് നശിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു 100-200 റോക്കറ്റ് ഫയർ ചെയ്താൽ പോലും 2 ആഴ്ചത്തേക്ക് ഉപയോഗിക്കാവുന്ന സ്റ്റോക്ക് ബേസ് ആണ് ഇസ്രായേൽ നശിപ്പിച്ചത്. ഇത് തീർച്ചയായും ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. എന്നാൽ ഇതിനുശേഷം ഹിസ്ബുള്ള ഇസ്രായേലിന്റെ പൊസിഷൻസിൽ കൂടുതൽ റോക്കറ്റ് ആക്രമണം നടത്തി. 1 മിനിറ്റിൽ 1 റോക്കറ്റ് എന്ന രീതിയിൽ 1 മണിക്കൂറിനുള്ളിൽ മാത്രം 55-ൽ കൂടുതൽ റോക്കറ്റ്സ് ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങളിലേക്ക്, പ്രധാനമായും അധിനിവേശ ഗോലൻ കുന്നുകൾ, കിര്യത്ത് ഷിമോൻ, മറ്റ് പല ഭാഗങ്ങളിലേക്ക് ഹിസ്ബുള്ള ആക്രമിക്കാൻ തുടങ്ങി. കൂടാതെ ഞാനൊരു കാര്യം പറയാം, ഇതൊരു പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് പോലും അറിയില്ല. ഒരു ഫൂട്ടേജ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ സർക്കിളിൽ അല്ലെങ്കിൽ അവരെ സംബന്ധിക്കുന്ന ചില ടെലഗ്രാം ചാനൽസ്, ട്വിറ്റർ അക്കൗണ്ട്സിലെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചറിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഏകദേശം ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് പല കിലോമീറ്റർ, 1-2 അല്ല, ഒരു മാക്സിമം 7-8 കിലോമീറ്റർ വരെയും അണ്ടർഗ്രൗണ്ടിൽ ഒരു ടണൽ നെറ്റ്വർക്ക് ഉള്ളതായി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു സാധാരണ കാര്യമല്ല. നിങ്ങൾക്കൊരു സ്ഥലത്ത് വീടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് ഒരു ആർമി യൂണിറ്റ്, ആർമി ബേസ് ഉണ്ടെന്ന് കരുതുക. പെട്ടെന്ന് ഒരാൾ വന്ന് പറയുകയാണ്, നിങ്ങളുടെ വീടിനടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ഉണ്ട്, ഞങ്ങൾ വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഇങ്ങനൊരു കാര്യമാണ് ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇത് സത്യമായിരിക്കാനുള്ള സാധ്യത ഒരുപാടുണ്ട്. കാരണം ഈ ടണൽ നെറ്റ്വർക്കിനെ സംബന്ധിച്ച് ഹമാസ്, ഹിസ്ബുള്ള ഇവർ കൂടുതലും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇവരുടെ ഗൊറില്ല വാർഫെയറിന് ഈ ടണൽ നെറ്റ്വർക്ക് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ നാളെ ലെബനനും ഇസ്രായേലിനും ഇടയിൽ ഒരു യുദ്ധം സംഭവിക്കുന്നുവെന്ന് കരുതുക. ഇതിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നുമല്ല. ഒരു ഘട്ടത്തിന് ശേഷം ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ ഇസ്രായേലിനെ തടഞ്ഞു നിർത്താൻ കഴിയാത്ത ഒരു അവസ്ഥ ഹിസ്ബുള്ളയ്ക്ക് വരികയാണെങ്കിൽ, ഈ ടണൽ നെറ്റ്വർക്ക്സ് അവ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അതിനെ നന്നായി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഇസ്രായേലിന്റെ പൊസിഷൻസിൽ അല്ലെങ്കിൽ ഇസ്രായേലിന് ഒരു വലിയ നഷ്ടം ഇവരെ കൊണ്ടുണ്ടാക്കാൻ സാധിക്കും. സാധാരണ ഒരു ഷോൾഡർ മൗൾഡ് മിസൈൽ എടുത്തുകൊണ്ടുവന്ന് ഇസ്രായേലിനുള്ളിൽ തന്നെ വെച്ച് ഇസ്രായേലിന്റെ സിവിലിയൻസ് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വളരെ പ്രധാനപ്പെട്ട അധികാരികൾ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ഫയർ ചെയ്യുമ്പോൾ ഇസ്രായേലിനും മരണനിരക്ക് വളരെ കൂടുതലാകാൻ തുടങ്ങും. അപ്പോൾ ഈ ടണൽ നെറ്റ്വർക്ക് എത്രയും പെട്ടെന്ന് ഇസ്രായേൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിന് നല്ലതാകും.
അതല്ല, ഇസ്രായേലിനെ കൊണ്ട് ഈ നെറ്റ്വർക്കിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഹിസ്ബുള്ള അതിന് മുൻപ് തന്നെ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഇസ്രായേലിന് വരാൻ പോകുന്ന കാലങ്ങൾ എന്നത് വളരെ വളരെ മോശമായി മാറും. ഇങ്ങനെ 100 കണക്കിന് റോക്കറ്റ്, 1 മണിക്കൂറിൽ 55 റോക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ വടക്കൻ ഭാഗങ്ങളിൽ തീർച്ചയായും അതിരൂക്ഷമായ ഒരു റോക്കറ്റ് ആക്രമണമാണ് നടന്നത്. എന്നാൽ ഇവിടെ അയൺ ഡോം എന്നത് ഒരു ചർച്ചാ വിഷയമായി. കാരണം ഇടയ്ക്കിടയ്ക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോൺ അയൺ ഡോമിന് മുകളിലൂടെ പറക്കുക, അല്ലെങ്കിൽ എല്ലാ സുരക്ഷയെയും ലംഘിച്ച് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ താമസിക്കുന്ന റെസിഡൻസിനെ ഫോട്ടോ എടുക്കുക, പല ചാര വിവരങ്ങൾ ശേഖരിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നത്, അയൺ ഡോമിന്റെ ശേഷി മാറിയോ, അല്ലെങ്കിൽ അയൺ ഡോമിനെ കൊണ്ട് ഇത്ര മാത്രമേ ചെയ്യാൻ സാധിക്കൂ? അങ്ങനെ പല ചോദ്യങ്ങൾ അയൺ ഡോമിനെ നോക്കി ഉയർന്നു വന്നു. അതിനും പല കാരണങ്ങളുണ്ട്. ഈ സമയത്ത് പലരും പറയാം, അകത്തേക്ക് വരുന്ന റോക്കറ്റുകൾ അത്രയും വില കുറവാണ്, അതുകൊണ്ട് ഇന്റർസെപ്റ്റർ മിസൈൽസ് അവർ ഫയർ ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല എന്ന് പറയാം. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഒരു ബേസിനെ നോക്കി 100 കണക്കിന് റോക്കറ്റ് വരുന്നു എന്ന് ചിന്തിക്കുക. ഈ അകത്തേക്ക് വരുന്ന റോക്കറ്റ്സിന് കൃത്യത ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, അത് മറ്റെവിടെയെങ്കിലും വീഴാം, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ചെന്ന് പൊട്ടിത്തെറിക്കാം. എന്നാൽ ഒരു സ്ഥലത്ത് നിരവധി വിമാനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. ആ സ്ഥലത്തെ നോക്കി ഹെസ്ബുള്ളയുടെ ഒരു മിസൈൽ ബാരേജ് തന്നെ വരുമ്പോൾ അവിടെയും അയൺ ഡോം പ്രവർത്തിച്ചില്ല. അകത്തേക്ക് വരുന്ന 50 മിസൈലുകളിൽ 10 മിസൈൽ അല്ലെങ്കിൽ 10 റോക്കറ്റ്സിനെ മാത്രമേ ഡിഫെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അയൺ ഡോം ഇന്റർസെപ്ഷനിലെ റേറ്റിന് തന്നെ വലിയൊരു വെല്ലുവിളി അവിടെ വരികയാണ്. എന്നാൽ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് വരെയും അയൺ ഡോമിന്റെ ആ ഒരു പേരിന്, പ്രശസ്തിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ അയൺ ഡോം അത് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ കാലം മാറുന്തോറും ഹിസ്ബുള്ളയും ഒരു കാര്യം അതിലൂടെ പഠിച്ചു. ഈ അയൺ ഡോമിന്റെ ഇന്റർസെപ്റ്റർ മിസൈൽസിനെ എങ്ങനെയാണ് നശിപ്പിക്കുക, അല്ലെങ്കിൽ ആ റേഡാറിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓരോന്നായി പഠിച്ച് അയൺ ഡോമിനെ ചില സ്ഥലങ്ങളിൽ കബളിപ്പിച്ചുകൊണ്ടുപോലും അവർ അവരുടെ ആക്രമണം കൂടുതൽ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രായേലിനും ഹമാസിനും ഇടയിൽ എപ്പോഴാണ് ഒരു വെടിനിർത്തൽ സംഭവിക്കുക? അത് സംഭവിച്ചാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കൂ എന്ന് മുഴുവൻ ലോകവും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ ജൂലൈ മാസത്തിന് മുൻപ് തന്നെ ഞങ്ങൾ എങ്ങനെയുള്ള ആവശ്യങ്ങളാണോ പറഞ്ഞത് അതുപോലും ഇസ്രായേൽ സമ്മതിക്കുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ ഒരു വെടിനിർത്തൽ ചർച്ചയ്ക്ക് പോലും അവർ വരുന്നില്ല. നെഗോസിയേഷൻ അവർക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇസ്രായേൽ പറയുന്നത് ഒരു 100 പേരോളം പാലസ്തീനിലുള്ള പ്രധാനപ്പെട്ട ഒരു 100 പേർ ഇസ്രായേലിന്റെ ജയിലിലുണ്ട് തടവുകാരായി. അവരെ ഞങ്ങളെ കൊണ്ട് റിലീസ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. എന്നാൽ തുടക്കത്തിൽ ഈ ജൂലൈ മാസം മോചിപ്പിക്കാം എന്നവർ പറഞ്ഞിരുന്നു. ഇസ്രായേലിൽ തടവുകാരായി പലസ്തീനിൽ ഒരുപാട് പേരുണ്ട്. എന്നാൽ അതിലൊരു 100 പേരെ സെലക്ട് ചെയ്ത് ഹമാസിന് ആരെല്ലാമാണോ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ആരെ കൊണ്ടാണോ നല്ല കാര്യങ്ങൾ ലഭിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള ഒരു 100 പേരെ മാത്രം തിരഞ്ഞെടുത്ത് ആ ഒരു ലിസ്റ്റിനെ ഇസ്രായേലിന്റെ പക്കൽ കൊടുത്തപ്പോൾ അതിന് മുൻപ് റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞവർ പിന്നീട് ചെയ്യാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ഇതിലൂടെ ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഹമാസ് വീണ്ടും ഇറങ്ങി വരണം, അവരുടെ മുൻപിൽ വന്ന് മുട്ടുകുത്തണം, അല്ലെങ്കിൽ ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ ഒരു സീസ് ഫയർ നടക്കണം എന്ന് പോലും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഇതിനെയൊക്കെ സംബന്ധിച്ച് ഇവിടെ വീണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടുവരികയാണ്. ഇസ്രായേൽ ഇവിടെ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാകുന്നേ ഇല്ല. ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇസ്രായേൽ അത്ര പെട്ടെന്ന് ഒന്നും അവസാനിപ്പിക്കില്ല. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലുമായി ചർച്ച ചെയ്തു, പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിച്ചിട്ട് മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരണം, അതിൽ ഞങ്ങളുടെ പങ്ക് വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെയെല്ലാം ഒരു വശത്ത് സംസാരിച്ചിട്ട് മറുവശത്ത് അവരുടെ നാവികസേനയുടെ 1/3 ഭാഗത്തെ കൊണ്ടുവന്ന് മെഡിറ്ററേനിയൻ സീയിൽ നിർത്താൻ പോവുകയാണ്. എല്ലാ കപ്പലുകളും വന്നിട്ടില്ല എങ്കിൽ പോലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ US-ൽ നിന്നുള്ള നിരവധി കപ്പലുകൾ ഇസ്രായേലിനെ സംരക്ഷിക്കാനായി മെഡിറ്ററേനിയൻ സീയിലേക്ക് വരും. മറ്റൊരു ഭാഗത്ത് ഇറാൻ, അവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ആക്രമണം എന്തായി, റിട്ടാലിയേഷൻ സ്ട്രൈക്ക് എന്തായി, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. IRGCയുടെ ഹെഡ് കമാൻഡർ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായും ആക്രമിക്കും. അവർ എപ്പോഴും അത് തന്നെ പറയുന്നുണ്ട്, വീണ്ടും അത് പറയുന്നു, ഞങ്ങൾ തീർച്ചയായും ആക്രമിക്കും. ഓരോ ദിവസവും ഞങ്ങൾ എപ്പോ ആക്രമിക്കും എന്നുള്ള ഭയത്തിൽ തന്നെ ഇസ്രായേൽ അവരുടെ ദിവസങ്ങൾ തള്ളി നീക്കണം. അതിനാൽ ആ ഒരു ഭയം നിലനിർത്തി ശരിയായ സമയത്ത് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഓരോ ദിവസവും ഇത് തന്നെ പറയുന്നു. പക്ഷെ സൈക്കോളജിക്കലി ഇറാൻ ഇങ്ങനെ ചിന്തിക്കൂ, ഇറാന് വെറും സംസാരം മാത്രമേ ഉള്ളൂ, അവർക്ക് പ്രവർത്തിക്കാനൊന്നും സാധിക്കില്ല എന്ന രീതിയിലേക്ക് ഇറാനിലെ ജനങ്ങൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ഇറാൻ ഇത്രത്തോളം ചിന്തിക്കുന്നതിനും നിശബ്ദരായിരിക്കുന്നതിനും പല കാരണങ്ങളുണ്ട്. ഇസ്രായേലിൽ ഒരു ആക്രമണം നടത്തിയാൽ, പ്രധാനപ്പെട്ട പൊസിഷൻസ് ആക്രമണം നടത്തിയാൽ തീർച്ചയായും ഇറാൻ അത് വലിയ തിരിച്ചടിയായി തന്നെ മാറും. എങ്ങനെയാണോ ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ച്
ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഇറാനെയും ഇസ്രായേൽ തിരിച്ചടിക്കാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ ഇറാൻ തന്നെ നൽകിയതുപോലെയാകും. ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് ഈ ന്യൂക്ലിയർ ബോംബ്സ് തയ്യാറാക്കുന്നത് 85% പൂർത്തിയായി എന്ന് പറയുന്നു. ഇതേ വേഗത്തിൽ പോവുകയാണെങ്കിൽ ചില ദിവസത്തിൽ അവരെ കൊണ്ട് ഒരു അണു ആയുധം തന്നെ രൂപീകരിക്കാൻ സാധിക്കും. പക്ഷെ ഈ സമയത്ത് ഇസ്രായേലിനെതിരെ ഒരു ആക്രമണം നടത്തിയാൽ അതിനെ തിരിച്ചടിക്കാനായി ഇസ്രായേൽ അകത്തേക്ക് വരികയാണെങ്കിൽ ഒരു 30 വർഷം വീണ്ടും ഇറാൻ പിന്നിലേക്ക് പോകേണ്ടി വരും. അവരുടെ പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ, അണുബോംബുകൾ, റിയാക്ടർ, ന്യൂക്ലിയർ റിസർച്ച് സെന്റർ, ന്യൂക്ലിയർ റിയാക്ടർ, ഈ ന്യൂക്ലിയർ ബോംബ്സ് വെച്ചിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ്, ഇവയെല്ലാം ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇരയാകും. കൂടെ അമേരിക്കയും ചേർന്ന് ആക്രമിക്കും. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ടാണ് ഇറാൻ നിശബ്ദരായിരിക്കുന്നത് എന്ന സംശയവും ഇപ്പൊ കൂടി വരുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രായേൽ ഗാസ ഭാഗത്ത് നിന്ന് ഒരു 4 ഹോസ്റ്റേജസിന്റെ മൃതദേഹം കണ്ടെടുത്തു. അവരുടെ കുടുംബം ഇപ്പോൾ ഇസ്രായേലിന് നേരെ ഒരു പ്രതിഷേധം നടത്താൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരണം, ബന്ധികളെ രക്ഷപ്പെടുത്തണം എന്നതായിരുന്നു അവരുടെ അഭ്യർത്ഥന. എന്നാൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ഇത്രയും പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഹമാസിനും ഇടയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഹെസ്ബുള്ള മാത്രം മറ്റൊരു ട്രാക്കിലാണ് പോകുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നത് വരെ, അനുസരിക്കുന്നത് വരെ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും എന്ന രീതിയിൽ വടക്കൻ ഭാഗങ്ങളിൽ ഓരോ ദിവസവും അവരുടെ ആക്രമണം രൂക്ഷമാവുകയാണ്. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.